പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം പഠിച്ചു. ഇന്നേ ദിവസം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യ രചനകളെ കുറിച്ചാണ് പഠിക്കാമെന്ന് പറഞ്ഞു. കലാസംഭാവനകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കലാസംഭാവനകളും പത്രങ്ങളും. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും സ്വാതന്ത്ര്യ സമര കാലത്തെ സാഹിത്യമാണ്. ദേശീയ നേതാക്കൾ രചിച്ച കൃതികളും ആ കൃതികളുടെ പേരുകളുമാണ് കേട്ടോ. അപ്പോൾ പി.എസ്.സി പ്രാധാന്യത്തോടെ ചോദിക്കാറുണ്ട്. പി.എസ്.സി ഇത്തരം മേഖലയിലെ പുസ്തകങ്ങൾ ആരെഴുതിയെന്ന് ചോദിക്കും. പത്രങ്ങൾ ആരാരംഭിച്ചെന്ന് ചോദിക്കും. ഇന്ന കലാരൂപം, പ്രാദേശിക കലാരൂപം പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും. ഇന്ന ചിത്രം വരച്ചത് ആരെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിവിടെ ആധികാരികമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ? അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആരംഭിച്ചാലോ? ഗഡ്. അപ്പോൾ ഇന്നേ ദിവസം പ്രധാനമായും ബുക്കുകളാണ്. ബുക്കുകൾ ടഫാണ് നമുക്കറിയാം. എങ്കിലും നമ്മൾ വളരെ കുറച്ചാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത്രയും പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ ആണ്. ഓക്കെ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടെ നമ്മൾ സൂചിപ്പിച്ചത് മാത്രം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ഉറപ്പിച്ചാലോ? എന്തൊക്കെയാ പഠിക്കുക? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. ഈ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയെ. നമ്മൾ സുരേന്ദ്രനാഥ് ബാനർജി പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിരുന്നു അല്ലെ? സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയാണ് നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കാൻ കാരണമായ സംഘടന. ഓക്കെ. സാരേ ജഹാംസി അച്ഛ എന്ന ദേശഭക്തി ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ ആണ്. അതിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സാരേ ജഹാംസി അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. അതിന് സംഗീതം നൽകിയതാരാ? പണ്ഡിറ്റ് രവിശങ്കർ. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അത് രചിച്ചത് ദീനബന്ധു മിത്ര. ഈ ഒരു സംഭവത്തെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ച സംഘടന സുരേന്ദ്രനാഥ് ബാനർജി തുടക്കം കുറിച്ച ഇന്ത്യൻ അസോസിയേഷൻ. അപ്പൊ രണ്ട് സ്ലൈഡ് നമ്മൾ പഠിച്ചേ. എന്തൊക്കെയാ? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച നാടകമാണ് നീൽ ദർപ്പൺ. രചിച്ചത് ദീനബന്ധു മിത്ര. പ്രചരിപ്പിച്ച സംഘടന ഇന്ത്യൻ അസോസിയേഷൻ. സാരേ ജഹാംസി അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ. അതിന് സംഗീതം നൽകിയതാകട്ടെ പണ്ഡിറ്റ് രവിശങ്കർ. ഇനി പ്രധാന കൃതികളും രചയിതാക്കളും നമുക്ക് നോക്കാം. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ എന്നിവ. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ. സ്വാമി വിവേകാനന്ദന്റെ മാസികയും പത്രമൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? സാമൂഹ്യ പരിഷ്കരണം പഠിച്ചപ്പോൾ. അപ്പൊ കൃതികളും രചയിതാക്കളും സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ കൃതികൾ എന്തൊക്കെ? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ. ദേശീയത പ്രചരിപ്പിക്കുവാനായിട്ട് അദ്ദേഹം രചിച്ച കൃതികളാണ്. സുബ്രഹ്മണ്യ ഭാരതി ദേശീയത പ്രചരിപ്പിക്കുവാനായിട്ട് എഴുതിയ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. ജന്മഭൂമി, ഓടി വിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം. സുബ്രഹ്മണ്യ ഭാരതി ക്ഷേത്ര ദർശനം നടത്തവേ ആന ചവിട്ടി കൊല്ലപ്പെട്ട വ്യക്തിത്വമാണ്. അതും പി.എസ്.സി ചിലപ്പോൾ ചോദിക്കാറുണ്ട് റിയറായിട്ട്.
ആനയാൽ ചവിട്ടിക്കൊല്ലപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ കൃതികൾ ചോദിക്കാറുണ്ട്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കൃതികൾ പഠിച്ചേ പറ്റുള്ളൂ. എന്തൊക്കെ? ഓടിവിളയാട് പാപ്പ, ജന്മഭൂമി, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം. ഇപ്പൊ തന്നെ പഠിക്കുക. എന്തൊക്കെ? ജന്മഭൂമി, ഓടിവിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം. ഓക്കെ അല്ലേ? അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ കൃതികൾ എന്തൊക്കെ? രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികള് ജന്മഭൂമി, ഓടിവിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം. സെറ്റാണേ. അടുത്ത സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തമായ കൃതികള്. സ്വാമി ദയാനന്ദ സരസ്വതി നമുക്കറിയാം ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അല്ലെ? അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്ത ഒരു വ്യക്തിത്വം കൂടെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നോക്കി. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ്. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, കൂടാതെ സത്യാർത്ഥ പ്രകാശ്. ബിപിൻ ചന്ദ്രപാലിന്റെ പ്രശസ്തമായ കൃതിയാണ് സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ്. സോൾ ഓഫ് ഇന്ത്യ. അരവിന്ദ ഘോഷിന്റെ പ്രശസ്തമായ കൃതിയാണ് സാവിത്രി. മറന്നുപോലെ സ്വാമി ദയാനന്ദ സരസ്വതി കൃതികൾ എന്തൊക്കെ? വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ് എന്നിവ. ബിപിൻ ചന്ദ്രപാലിന്റെ കൃതി സോൾ ഓഫ് ഇന്ത്യ. ഒരുപാട് നമ്മൾ PSC ആവർത്തിച്ചുള്ള ചോദ്യമാണ്. സോൾ ഓഫ് ഇന്ത്യയുടെ രചയിതാവ്, ഇന്ത്യയുടെ ആത്മാവ് എന്ന കൃതിയുടെ രചയിതാവ് ബിപിൻ ചന്ദ്രപാൽ. അരവിന്ദ ഘോഷിന്റെ കൃതിയുടെ പേര് സാവിത്രി. ഓക്കെ അല്ലേ? അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതി കൃതികള് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ്. ബിപിൻ ചന്ദ്രപാലിന്റേത് സോൾ ഓഫ് ഇന്ത്യ. അരവിന്ദ ഘോഷിന്റേത് സാവിത്രി. വി ഡി സവർക്കറുടെ കൃതി നോക്കാം. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിന്ദു രാഷ്ട്ര ദർശൻ, ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. കാലാപാനി അതിന്റെ ആസ്പദമായിട്ടാണ് മലയാള ചലച്ചിത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ വി ഡി സവർക്കറുടെ പ്രശസ്തമായ ബുക്കുകൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. വിനോബ് ഭാവെയുടെ പ്രശസ്തമായ കൃതികൾ തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര. തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദി എസൻസ് ഓഫ് ഖുറാൻ. വിനോബ് ഭാവെ എന്ന് പറയുന്നത് നമുക്കറിയാം ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് കണക്കാക്കുന്ന വ്യക്തി അല്ലെ? വ്യക്തിത്വ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കുകൾ എന്തൊക്കെ? തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദി എസൻസ് ഓഫ് ഖുറാൻ. ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത കൃതികളാണ് കേട്ടോ. വി ഡി സവർക്കറുടെ ബുക്കുകൾ എന്തൊക്കെയാ? 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. വിനോബ് ഭാവെയുടെ കൃതികള് തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദ എസൻസ് ഓഫ് ഖുറാൻ. എന്താണ് നമുക്ക് വിശ്വസിച്ചാലോ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതികള് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ്. ബിപിൻ ചന്ദ്രപാലിന്റേത് സോൾ ഓഫ് ഇന്ത്യ. അരവിന്ദ് ഘോഷിന്റേത് സാവിത്രി. വി ഡി സവർക്കറുടേത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. വിനോബ് ഭാവെയുടെ കൃതികള് തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദി എസൻസ് ഓഫ് ഖുറാൻ എന്നിവ. ഓക്കെ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞത് ഒന്നുകൂടെ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ചാലോ? 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. ബംഗാളിലെ നിലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച നോവൽ, നാടകം നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ എന്നിവ. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ കൃതികളാണ് ജന്മഭൂമി, ഓടിവിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്, പാഞ്ചാലി ശബ്ദം എന്നിവ. സ്വാമി ദയാനന്ദ സരസ്വതി കൃതികളാണ് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ് എന്നിവ. ബിപിൻ ചന്ദ്രപാലിന്റെ കൃതിയാണ് സോൾ ഓഫ് ഇന്ത്യ. അരവിന്ദ ഘോഷിന്റെ കൃതിയാണ് സാവിത്രി. വി ഡി സവർക്കറുടെ കൃതികളാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഹിന്ദു രാഷ്ട്ര ദർശൻ, കമല, കാലാപാനി. വിനോബ് ഭാവെയുടെ കൃതികൾ തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദ എസൻസ് ഓഫ് ഖുറാൻ എന്നിവ. അടുത്ത പറയുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികള് രാജ്മോഹൻസ് വൈഫ്. PSC ഈയിടെ ചോദിച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷനില് രാജാറാം മോഹൻ റോയ് തന്നു. ഒരുപാട് പേര് തെറ്റിച്ചു, മറക്കില്ലേ? അപ്പൊ രാജ്മോഹൻസ് വൈഫ് എന്ന കൃതി എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠം കൂടാതെ ദുർഗേശ നന്ദിനി. രാജ്മോഹൻസ് വൈഫ്,
ആനന്ദമഠം ദുർഗേശ് നന്ദിനി എന്നീ കൃതികൾ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രധാന കൃതികളാണ് വാത്മീകി പ്രതിഭ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വാത്മീകി പ്രതിഭ, ഡാക്ക് ഘർ, വാത്മീകി പ്രതിഭ കേട്ടോ. വാത്മീകി പ്രതിഭ, ഡാക്ക് ഘർ എന്നിവ. വാത്മീകി പ്രതിഭ, ഡാക്ക് ഘർ എന്നിവ. പിന്നെ ഗോര നൗഖദ്വീപി, ഗോര നൗഖദ്വീപി, ഗീതാഞ്ജലി, ഗീതാഞ്ജലി മാനസി. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ കൃതികൾ എന്തൊക്കെ? വാത്മീകി പ്രതിഭ, വാത്മീകി പ്രതിഭ, വാത്മീകി പ്രതിഭ, ഡാക്ക് ഘർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്, ഡാക്ക് ഘർ, ഗൗര, നൗഖദ്വീപി, ഗീതാഞ്ജലി, മാനസി, കാബൂളിവാല, അതിഥി എന്നിവ. കാബൂളിവാല, അതിഥി എന്നിവ ഓർമ്മിച്ചേക്കാമോ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് വിശദീകരിച്ച് ഉറപ്പിക്കാം. എന്തൊക്കെയാ നമ്മൾ പറയാം? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികള് രാജ്മോഹൻസ് വൈഫ്, ആനന്ദമഠം ദുർഗേശ് നന്ദിനി. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ കൃതികള് വാത്മീകി പ്രതിഭ, ഡാക്ക് ഘർ, ഗോര, നൗഖദ്വീപി. കൂടാതെ ഗീതാഞ്ജലി, മാനസി എന്നിവ. അതുകൂടാതെ കാബൂളിവാല, അതിഥി, കാബൂളിവാല, അതിഥി, കാബൂളിവാല, അതിഥി. ഓക്കെ അല്ലെ? മറക്കൂലല്ലോ. ഇനി അടുത്ത പറയുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതി ഇന്ത്യ വിൻസ് ഫ്രീഡം. ഒരുപാട് തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ് മൗലാന അബ്ദുൽ കലാം ആസാദ്. കെ മുൻഷിയുടെ കൃതികള് അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ലോപമുദ്ര, വർണിവസൂലത്, ലോപമുദ്ര, വർണിവസൂലത്. പിന്നെ ദ ബുക്ക് ഓഫ് സത്യഭാമ, ദ ബുക്ക് ഓഫ് സത്യഭാമ. ജയപ്രകാശ് നാരായണന്റെ പ്രശസ്തമായ ബുക്കാണ് പ്രിസൺ ഡയറി. അതും ഒരുപാട് തവണ PSC ആവർത്തിച്ച ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ SCRT ഫാക്ട് ആണ്. അപ്പൊ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്ക് ഇന്ത്യ വിൻസ് ഫ്രീഡം, കെ മുൻഷിയുടേത് അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ലോപമുദ്ര, വർണിവസൂലത്, പിന്നെ ദ ബുക്ക് ഓഫ് സത്യഭാമ. ജയപ്രകാശ് നാരായണന്റെ ബുക്ക് പ്രിസൺ ഡയറി. ഒന്നുകൂടെ ആവർത്തിച്ചാലോ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികള് രാജ്മോഹൻസ് വൈഫ്, ആനന്ദമഠം ദുർഗേശ് നന്ദിനി. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികള് ഡാക്ക് ഘർ, പിന്നെ വാത്മീകി പ്രതിഭ, ഗോര നൗഖദ്വീപി, ഗീതാഞ്ജലി, മാനസി, കാബൂളിവാല, അതിഥി എന്നിവ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം, കെ മുൻഷിയുടേത് അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ലോപമുദ്ര, വർണിവസൂലത്, ദ ബുക്ക് ഓഫ് സത്യഭാമ. ജയപ്രകാശ് നാരായണന്റേത് പ്രിസൺ ഡയറി, ജയപ്രകാശ് നാരായണന്റേത് പ്രിസൺ ഡയറി. സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായ ബുക്കുകള് ദ ഇന്ത്യൻ സ്ട്രഗിൾ, ദ ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. എന്തൊക്കെ? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായ ബുക്കുകള് ദി ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. ബാലഗംഗാധര തിലകിന്റെ പുസ്തകമാണ് ഗീതാരഹസ്യം. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്കുകൾ എന്തൊക്കെ? ദി ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. ബാലഗംഗാധര തിലകിന്റെ കൃതിയാണ് ഗീതാരഹസ്യം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്കിന്റെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. കെ മുൻഷിയുടെ കൃതിയുടെ പേര് അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ലോപമുദ്ര, വർണിവസൂലത്, ദ ബുക്ക് ഓഫ് സത്യഭാമ. ജയപ്രകാശ് നാരായണന്റെ ബുക്കാണ് പ്രിസൺ ഡയറി. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്കുകൾ ദ ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. ബാലഗംഗാധര തിലകിന്റെ കൃതി ഗീതാരഹസ്യം. ഡോക്ടർ BR അംബേദ്കറുടെ ബുക്കുകൾ ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ഡോക്ടർ BR അംബേദ്കറുടെ പ്രശസ്തമായ ബുക്കുകൾ എന്തൊക്കെയാണ്? ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ, ടുവേർഡ്സ് ഫ്രീഡം, ടുവേർഡ്സ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. ടുവേർഡ്സ് ഫ്രീഡം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മാറിപ്പോകരുത്. അപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കുകൾ എന്തൊക്കെ? ഇന്ത്യയെ കണ്ടെത്തൽ, ടുവേർഡ്സ് ഫ്രീഡം. ഡോക്ടർ BR അംബേദ്കറുടെ ബുക്കുകൾ എന്തൊക്കെയാ? ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. എന്നാൽ നമുക്ക് പ്രശ്നം ചെയ്താലോ? സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. ബാലഗംഗാധര തിലകന്റെ ബുക്ക് ഗീതാരഹസ്യം.
ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ബുക്ക് എന്തൊക്കെ? ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ ബുക്കുകൾ ഇന്ത്യയെ കണ്ടെത്തൽ, ടുവേർഡ്സ് ഫ്രീഡം. ഒരു സ്ലൈഡ് കൂടെ ആകുമ്പോൾ തീരും കേട്ടോ, പേടിക്കണ്ട. പ്രേംചന്ദിന്റെ കൃതികൾ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇതും പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങൾ മറക്കല്ലേ. പ്രേംചന്ദിന്റെ പ്രശസ്തമായ ബുക്കുകൾ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. വള്ളത്തോളിന്റെ പ്രശസ്തമായ കൃതികളാണ് ഇന്ത്യയുടെ കരച്ചൽ, ഇന്ത്യയുടെ കരച്ചൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. വള്ളത്തോളിന്റെ കൃതികൾ എന്തൊക്കെ? ഇന്ത്യയുടെ കരച്ചൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. പ്രേംചന്ദിന്റെ കൃതികൾ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. വള്ളത്തോളിന്റെ കൃതികൾ ഇന്ത്യയുടെ കരച്ചൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ബുക്കുകൾ ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്കുകൾ ഇന്ത്യയെ കണ്ടെത്തൽ, ടുവേർഡ്സ് ഫ്രീഡം. പ്രേംചന്ദിന്റെ ബുക്കുകൾ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. വള്ളത്തോളിന്റെ കൃതികൾ ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ ബാപ്പുജി. സെറ്റാണ്. ഓക്കെ, അപ്പോ നമ്മള് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യത്തെ കുറിച്ചാണ് ഇന്നേ ദിവസം പഠിച്ചുറപ്പിച്ചത്. കലയെക്കുറിച്ച്, അതായത് ഇതിനൊക്കെ നമ്മുടെ കുറേയധികം ചിത്രങ്ങളൊക്കെ ഉണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അതും വിദ്യാഭ്യാസവും. അപ്പോ കലയും സംസ്കാരവും അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1880 വിപ്ലവവുമായി ബന്ധപ്പെട്ട റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് പട്ടാഭി സീതാരാമയ്യ. ബംഗാളിൽ നിലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകം നീൽ ദർപ്പൺ, രചിച്ചത് ദീനബന്ധു മിത്ര. പ്രചരിപ്പിച്ച സംഘടന ഇന്ത്യൻ അസോസിയേഷൻ. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാലും അതിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ ബുക്കുകളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ധർമ്മയോഗ എന്നിവ. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രശസ്തമായ കൃതികളാണ് ജന്മഭൂമി, ഓടി വിളയാട് പാപ്പ, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, പാഞ്ചാലി ശബദം എന്നിവ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതികള് വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക, സത്യാർത്ഥ പ്രകാശ്. ബിപിൻ ചന്ദ്രപാലിന്റെ PSC ഒട്ടനവധി തവണ ആവർത്തിച്ച ചോദ്യമാണ് സോൾ ഓഫ് ഇന്ത്യ. അരവിന്ദ ഘോഷിന്റെ പ്രശസ്തമായ കൃതിയാണ് സാവിത്രി. VD സവർക്കറുടെ ബുക്കുകൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഹിന്ദു രാഷ്ട്രദർശൻ, കമല, കാലാപാനി. വിനോബ് ഭാവയുടെ പ്രശസ്തമായ ബുക്കുകൾ തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ, സുരാജ് ശാസ്ത്ര, ദി എസൻസ് ഓഫ് ഖുറാൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികൾ രാജ്മോഹൻസ് വൈഫ്, ആനന്ദമഠം, ദുർഗേശ നന്ദിനി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കുകൾ ഡാക്ഘർ, അതായത് പോസ്റ്റ് ഓഫീസ്, വാത്മീകി പ്രതിഭ, വാത്മീകി പ്രതിഭ, ഗോര, നൗക്കഡ്വീപി. ഗീതാഞ്ജലി, മാനസി, കാബൂളിവാല, അതിഥി എന്നിവ. ഒന്നുകൂടെ നമുക്ക് പറയാം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കുകൾ ഡാക്ഘർ, അതായത് പോസ്റ്റ് ഓഫീസ്, വാത്മീകി പ്രതിഭ, ഗോര, നൗക്കഡ്വീപി, ഗീതാഞ്ജലി, മാനസി, കാബൂളിവാല, അതിഥി എന്നിവ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബുക്ക് ഇന്ത്യ വിൻസ് ഫ്രീഡം. K മുൻഷിയുടെ ബുക്ക് അഖണ്ഡ ഹിന്ദുസ്ഥാൻ, ലോപമുദ്ര, വർണിവസൂലത്ത്, ദ ബുക്ക് ഓഫ് സത്യഭാമ. ജയപ്രകാശ് നാരായണന്റെ ബുക്ക് പ്രിസൺ ഡയറി. സുഭാഷ് ചന്ദ്രബോസിന്റെ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കേൽ, ദി ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. ബാലഗംഗാധര തിലകന്റെ ബുക്കാണ് ഗീതാരഹസ്യം. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രശസ്തമായ കൃതികളാണ് ദി അൺടച്ചബിൾ, ബുദ്ധ ഓർ കാർൽ മാർക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായ കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. പിന്നെ ടുവേർഡ്സ് ഫ്രീഡം, ടുവേർഡ്സ് ഫ്രീഡം. പ്രേംചന്ദിന്റെ കൃതി സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി,
ഗോദാൻ എന്നിവ. വള്ളത്തോളിന്റെ കൃതികളാണ് ഇന്ത്യയുടെ കരശിൽ, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി എന്നിവ. അപ്പൊ ഇന്നേ ദിവസം നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യമാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കലാ സാംസ്കാരിക മേഖല പഠിച്ചുറപ്പിക്കും. ഓരോന്നും പ്രാധാന്യത്തോടെ പഠിക്കണം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എല്ലാം ഇവയൊക്കെ കാണും. അല്ലെ? ഈ ബുക്കുകൾ എഴുതിയത് ആര്? ചിത്രങ്ങൾ വരച്ചത് ആര്? നന്ദലാൽ ബോസിന്റെയും സക്കീർ ഹുസൈന്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് കലാ സാംസ്കാരിക വിവരങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. ഓക്കെ, കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം.